Welcome all, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. Today's session we are trying to discuss about some results on hyperbolic functions. Our last class hyperbolic functions in the trigonometric functions hyperbolic functions satisfy the identities we discuss in this session. The first one is sin h inverse of sin h of minus x is minus of sin hx. നമുക്കറിയാം sin of minus x എന്താണ് minus of sin x ആണ്. അതുപോലെ തന്നെ sin h of minus x എന്താണ് minus of sin hx ആണ്. Again cos h of minus x is cos hx. That is നമുക്ക് നമ്മുടെ സാധാരണ ട്രിഗണോമെട്രി റിസൾട്ട് എന്തായിരുന്നു cos of minus x is cos x. അതുകൊണ്ട് തന്നെ cos h of minus x എന്താണ് cos hx തന്നെയാണ്. Again cos h square x minus sin h square x is equal to 1. നമ്മൾ ട്രിഗണോമെട്രി റിസൾട്ട് എന്തായിരുന്നു sin square x plus cos square x is equal to 1 എന്നായിരുന്നു. At the same time ഇവിടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുമ്പോൾ cos h square x minus sin h square x is equal to 1 എന്നായിട്ട് മാറും. Again sin h square x plus cos h square x is equal to cos h of 2x. നമ്മളുടെ sin square x plus cos square x എന്തായിരുന്നു 1 ആയിരുന്നു അല്ലേ. at the same time sin h square x plus cos h square x is cos h of 2x ആണ്. അതെന്തല്ല 1 അല്ല. അപ്പോൾ ഈ 4 റിസൾട്ടാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. we can move on to the first result, that is sin h of minus x is equal to minus of sin h of x. ഇതെങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ്. നമ്മളുടെ സൈൻ എച്ച് എക്സിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, ഡെഫിനേഷൻ എന്തായിരുന്നു ഇൻ ടേംസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ സൈൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 എന്നായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് വേണ്ട എന്താണ് സൈൻ എച്ച് ഓഫ് എക്സ് അല്ലന് വരെ എന്ത് വരും മൈനസ് എക്സ് വരും. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം മൈനസ് എക്സ് കൊടുക്കണം അല്ലേ. ഫോർ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം മൈനസ് എക്സ് കൊടുക്കാം. ദാറ്റ് ഈസ് സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഓഫ് എന്ത് വരും മൈനസ് എക്സ് ബൈ 2. Therefore sin h of minus x എങ്ങനെ എഴുതാം e raised to minus x minus e raised to minus of minus x by 2 എന്ന് എഴുതാം അല്ലേ. that is equal to e raised to minus x minus e raised to minus into minus, that is plus, that is e raised to x by 2. minus of minus എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും. that is plus x നമുക്ക് എന്ത് എഴുതാം വെറും x എന്ന് എഴുതാം. for e raised to minus x minus e raised to minus x by 2. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ന്യൂമറേറ്ററിനൊരു നെഗറ്റീവ് സൈഡിനെ പുറത്തെടുക്കും. therefore മൈനസ് പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് എന്താണ് പോസിറ്റീവാണ്. എൻ്റെ ഫ്രണ്ടിലുള്ള സൈഡ് എന്താ പ്ലസ് ആണല്ലേ. അപ്പോൾ അവിടെ പ്ലസ് വരാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു മൈനസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. therefore മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ബൈ 2. ഈ നെഗറ്റീവ് സൈഡ് ഈ റൈസ് ടു എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നെഗറ്റീവ് സൈൻ പുറത്തെടുത്താൽ ബാക്കി ഇടുന്നുണ്ട് പ്ലസ് ഉണ്ട്. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഫ്രണ്ടിൽ ഒന്നുമില്ല, ഒരു സൈനും ഇല്ല. എന്തായാലും അത് പ്ലസ് ആണ്. പ്ലസ്സിനകത്ത് ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ അകത്ത് എന്ത് വരും മൈനസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇതിന് ഓർഡർ ഒന്ന് മാറ്റുന്നു, ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് by 2. that is equal to minus of e raised to x minus e raised to minus x by 2 is sin hx. that is sin h of x. hence we have proved that sin h of minus x is minus of sin hx. that's the first result. സിമിലർ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. കോസ് എച്ച് എക്സിൻ്റെ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് കോസ് എച്ച് എക്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങാം.
cos h of minus x is equal to എന്തായിരുന്നു cos h xന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്? cos h of x is equal to e raised to x plus e raised to minus x by 2 അല്ലേ? ഇവിടെ എന്താ വേണ്ടത്? cos h of minus x. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തിൽ അവിടെ എന്ത് കൊടുക്കണം? ഈ ഡെഫിനിഷൻ എന്ത് കൊടുക്കണം? മൈനസ് എക്സ് കൊടുക്കണം. therefore cos h of minus x is equal to e raised to minus x plus e raised to minus of minus x by 2. That is, the definition ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. e raised to minus x plus e raised to minus of minus x divided by 2. That is equal to e raised to minus x plus e raised to minus of minus is plus. That is x by 2. പ്ലസ് എന്ന് സം വരുമ്പോഴത്തേക്ക് ഓർഡർ തിരിച്ചെഴുതാലും മറിച്ചെഴുതാലും വ്യത്യാസമില്ല. എ പ്ലസ് ബിയും ബി പ്ലസ് എയും എന്താണ്? സെയിം ആണ്. therefore this can be also written as e raised to x plus e raised to minus x by 2. ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? e raised to x plus e raised to minus x by 2 എന്താണത്? cos h x ആണ്. that is equal to cos h of x. hence we had proved that cos h of minus x is equal to cos h of x. So let's move on to the third result. Third result എന്താണ് പറയുന്നത്? cos h square x minus sin h square x equal to 1 എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. cos h square x minus sin h square x is equal to ഈ എച്ചിൻ്റെ മുകളിലുള്ള സ്ക്വയറിനെ എനിക്ക് ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് cos h square x can be written as cos hx the whole square. That is, the step become cos hx the whole square minus, similarly in case of sin hx the whole square. We had already know the definition of cos hx എന്തായിരുന്നു? that is e raised to x plus e raised to minus x by 2 the whole square minus definition of sin hx is e raised to x minus e raised to minus x by 2 the whole square. Here ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. therefore e raised to x plus e raised to minus x the whole square by 4 minus e raised to x minus e raised to minus x the whole square by 4. Here രണ്ട് ടേംസിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. therefore numerator can be put together. That is e raised to x plus e raised to minus x the whole square minus e raised to x minus e raised to minus x the whole square, the whole divided by 4. Then we are expanding the first term of numerator, that is e raised to x plus e raised to minus x the whole square. It can be expanded by using the formula a plus b the whole square. What is a plus b the whole square? A plus b the whole square is equal to a square plus 2ab plus b square. That is equal to e raised to x the whole square plus 2 into e raised to x into e raised to minus x plus e raised to minus x the whole square minus, again the second term is of the form a minus b the whole square, can be also expanded e raised to x the whole square minus 2 into e raised to x into e raised to minus x plus e raised to minus x the whole square, the whole divided by 4. നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് വെച്ച് ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. therefore e raised to x the whole square plus 2 e raised to x into e raised to minus x plus
e raised to minus x the whole square minus ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് 2 e raised to x into e raised to minus x minus into plus is minus e raised to minus x the whole square the whole divided by 4. ഇവിടെ നോക്കിയേ ഈ ടേമിൻ്റെ ഈ കോഷ്യൻറ്റിൻ്റെ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയറും ഉണ്ട് മൈനസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയറും ഉണ്ട്. ഓപ്പോസിറ്റ് സൈൻസ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എഗെയിൻ ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറും ഉണ്ട് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറും ഉണ്ട്. ക്യാൻ വി ഓൾസോ ഗെറ്റ് ക്യാൻസൽഡ്. Again, ബാക്കി രണ്ട് ടേംസ് എന്തൊക്കെയാണുള്ളത്? 2 e raised to x into e raised to minus x and 2 e raised to x into e raised to minus x. Therefore, 2 e raised to x into e raised to minus x plus 2 e raised to x into e raised to minus x. It is equal to plus 2 is 4 e raised to x into e raised to minus x the whole divided by 4. From the numerator and denominator, the 4 get cancelled and the result become e raised to x into e raised to minus x. For both the terms e raised to x and e raised to minus x, the base term is same. എന്താണ്? e raised to ആണ്. Therefore, the exponent terms can be added. That is a raised to m into a raised to n is equal to a raised to m plus n. Similarly, e raised to x into e raised to minus x is equal to e raised to x plus minus x. That is equal to e raised to x plus minus x, which is equal to e raised to x plus minus x is 0 and e raised to 0 is 1. Hence, we have proved that cos h square x minus sin h square x is equal to 1. So, sin square x plus cos square x ആയിരുന്നു എന്തെന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത്. At the same time, in the case of hyperbolic functions, cos h square x minus sin h square x is equal to 1. Let's move on to the fourth result. What is the fourth result? Sin h square x plus cos h square x is equal to cos h of 2x. സാധാരണ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. Therefore, sin h square x plus cos h square x is equal to sin h square x can be written as sin hx the whole square. Therefore, sin hx the whole square plus cos hx the whole square. Hence, we can introduce the definition of sin hx and cos hx, that is e raised to x minus e raised to minus x by 2 the whole square plus e raised to x plus e raised to minus x by 2 the whole square. Here also we can split the squares between numerator and denominator. Therefore, e raised to x minus e raised to minus x the whole square divided by 4 plus e raised to x plus e raised to minus x the whole square divided by 4. That is equal to numerator same, sorry, denominator is same ആയതാണ് നമ്മൾ എന്ത് ചെയ്തു ഒറ്റ ഡിനോമിനേറ്റർ എഴുതുന്നു. Therefore, e raised to x minus e raised to minus x the whole square plus e raised to x plus e raised to minus x the whole square the whole divided by 4.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ട് മുമ്പത്തെ റിസൾട്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഓരോ ടേംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചും സെക്കൻഡ് ടേമിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. Therefore the first term become e raised to x the whole square minus 2 into e raised to x into e raised to minus 6 plus e raised to minus 6 the whole square plus e raised to x the whole square plus 2 into e raised to x into e raised to minus 6 plus e raised to minus 6 the whole square, the whole divided by 4, which is equal to ഈ ടേംസുകൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇ റൈസ് ടു എക്സ് സ്ക്വയറും ഇവിടെ എന്താണ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ആണ്. ഇത് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ എന്താണ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് ടേം അങ്ങനെ വരും. ഫസ്റ്റിൽ മൈനസ് 2 ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു മൈനസ് എക്സും സെക്കൻഡ് വന്നേക്കുന്നത് എങ്ങനെയാണ് പ്ലസ് 2 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. Therefore both the terms can be cancelled off. ബാക്കി എന്ത് കിട്ടും, ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ എത്ര വട്ടം, 2 വട്ടം. Therefore ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. Similarly e raised to minus x the whole square plus e raised to minus x the whole square become 2 into e raised to minus x the whole square, the whole divided by 4. Again this 2 can be taken outside. Therefore 2 into e raised to x the whole square plus e raised to minus x the whole square, the whole divided by 4. 2 and 4 can be cancelled out and become 2. ഇനി നമുക്ക് ബാക്കി എന്ത് കിട്ടി, is equal to e raised to x the whole square plus e raised to minus x the whole square, the whole divided by 2. e raised to x the whole square ഏത് ഫോമിലാണ് നടക്കുന്നത്, a raised to m the whole raised to n. a raised to m the whole raised to n is equal to a raised to m into n. Therefore this term become e raised to x the whole square become e raised to 2 into x plus the second term become e raised to minus 2 into x by 2. ഇത് നോക്കി, നമ്മളുടെ കോസ് എച്ച് എക്സിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, കോസ് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ആയിരുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ് വരുന്നതെങ്കിൽ എങ്ങനെ മാറും, ദാറ്റ് ഈസ് കോസ് എച്ച് ഓഫ് 2x ഇസ് ഈക്വൽ ടു എന്താണ്, ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ബൈ 2 എന്നായിട്ട് മാറും. ആണോ, നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണ്, ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ബൈ 2 ആണല്ലോ. Therefore e raised to 2x plus e raised to minus 2x by 2 and that is cos h of 2x ആണ്. Therefore the right hand side can be written as is equal to cos h of 2x. Hence we can say that hyperbolic function identity is എന്താണ്, sin h square x plus cos h square x is equal to cos h of 2x ആണ് നമുക്ക് മനസ്സിലാവും. സോ ഇതായിരുന്നു 4 ഐഡന്റിറ്റീസ്. ഇനി ബാക്കിയുള്ള ഐഡന്റിറ്റീസ് നമ്മൾ നെക്സ്റ്റ് സെഷനകത്ത് നമ്മൾ പഠിക്കും. ഈ 4 റിസൾട്ട്സ് വിത്ത് പ്രൂഫ് നിങ്ങൾ എന്തായിട്ട് ഹോം അസൈൻമെന്റ് ആയിട്ട് 3 ടൈംസ് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.